ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഗായ്സ്, ഒരു വീട്ടിൽ കല്യാണം നടന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തെ ഒരു അവസ്ഥ അത് നിങ്ങൾ എന്തായാലും അറിയണം. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ വന്നിട്ട്. അപ്പോൾ അവിടെ ചിക്കനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉച്ചക്ക് മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞുമ്മയാണ് മന്തി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പുറത്ത് അടുപ്പൊക്കെ കൂട്ടി കുഞ്ഞുമാനെ പുറത്താക്കിയിട്ടുണ്ട്. അപ്പോൾ മന്തി വെക്കലിൽ നിന്ന് ഞാൻ മെല്ലിനായിട്ട് പിന്മാറി. കാരണം റൂം മൊത്തം അലങ്കോലമായിട്ടാണ് കിടന്നിരുന്നത്. റിസപ്ഷൻ മുതൽ തലേ ദിവസത്തെ എല്ലാ സാധനങ്ങളും ബെഡും അങ്ങനെ വലിച്ചു വാരി ഇട്ടേക്കായിരുന്നു. വലിച്ചു വാരിയിടാൻ അല്ലെങ്കിൽ നല്ല സുഖമാണല്ലോ. അത് എടുത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്. അപ്പോൾ ഞാൻ എല്ലാ ജ്വല്ലറീസും ഇങ്ങനെ അടുക്കടുക്കി വൃത്തിയിൽ വെക്കാനായിട്ടൊക്കെ എല്ലാം നല്ല വൃത്തിയിൽ വെക്കണം. എനിക്ക് സമാധാനം കിട്ടില്ല. അപ്പോൾ നമുക്ക് പിന്നീട് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു മാല ഉണ്ടല്ലോ, ഇത് ഞാൻ രാവിലെ ഇട്ടതാട്ടോ. ഇത് എന്ന് വെച്ചാൽ എൻ്റെ എൻഗേജ്മെൻറ്റിന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു മാല. ഏകദേശം ഒരു 8 കൊല്ലത്തെ പഴക്കമുണ്ട്. പക്ഷെ അത് സൂക്ഷിച്ച് വെച്ചുകൊണ്ട് നമുക്കിപ്പോൾ ഉപകാരപ്പെട്ടു. ഈ വളകളും എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഉദ്ദേശിക്കുന്നത് ഫ്രൂട്ട് സലാഡാണ് ഗൈസ്. അപ്പോൾ ആ ഫ്രൂട്ട് സലാഡിൻ്റെ സെക്ഷൻ മാത്രം ഞങ്ങൾ ഏറ്റെടുത്ത്. ചോറൊക്കെ പിന്നെ അവർ വെക്കുമല്ലോ. ഫ്രൂട്ട് സലാഡ് ആകുമ്പോൾ പിന്നെ കുറച്ചുകൂടി എളുപ്പമാണല്ലോ. എല്ലാം കൂടെ വെട്ടിക്കൂട്ടിയാൽ കസ്റ്റഡിക്ക് അങ്ങ് ഇട്ടാൽ പോരെ. അപ്പോൾ അത് അടിപൊളി മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു ലോഡ് അലക്കാനുണ്ടായിരുന്നു ഗൈസ്. കല്യാണത്തിന് ഡ്രസ്സൊക്കെ ഇട്ട് എൻ്റെ കുറേ അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അലക്കണ വീഡിയോ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണമെന്ന് വിചാരിച്ചിരുന്നാൽ പിന്നെ കുറച്ച് ചോറിനുള്ള വീഡിയോ കാണാം. പിന്നെ നമുക്ക് പുകവലിക്കണ വീഡിയോ കാണാം. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. ഞാൻ പ്രത്യേകിച്ച് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത് ഗൈസ്. കാരണം ഇത് അങ്ങനത്തെ പുകവലി എന്ന് പറഞ്ഞാൽ സിഗരറ്റ് സംഭവങ്ങളൊന്നല്ല. ഇത് വേറെ എന്താണ് സംഭവമാണ്. എൻ്റെ പേര് ഞാൻ മറന്നുപോയി. പഫോ അങ്ങനെ എന്തൊരു സാധനം കേട്ടോ. അപ്പോൾ അത് ആരോ കൊണ്ടുവന്നതാണ്. അപ്പോൾ എല്ലാവരും കൂടെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരുന്ന് വലിച്ചു. പിന്നെ കുട്ടികൾക്ക് മൊത്തത്തിൽ വട്ടായിട്ടിരിക്കുകയാണ്. കാരണം തലേ ദിവസവും കല്യാണത്തിനോ റിസപ്ഷനോ ഒക്കെ ഡാൻസ് കളിച്ച് ഇപ്പോൾ എവിടെ പാട്ട് കേട്ടാലും 3 കൂടെ ഒത്തുണ്ടിപ്പോൾ. എന്താണ് ഈ വീഡിയോ ഇടാൻ ഡിലേ ആയതെന്ന് ആരും ചോദിക്കരുത്. കാരണം റമദാൻ മാസം കഴിഞ്ഞില്ല ഗൈസ്. കുറച്ച് വിഷമത്തിലായിരുന്നു. പിന്നെ റമദാൻ മാസത്തിൽ ഇമാതിരി വീഡിയോസ് നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ. ഞാൻ നല്ല കുട്ടിയാണ് ഗൈസ്, നല്ല കുട്ടിയാണ്. പിന്നെ ഞങ്ങൾ ഫാമിലി ടൈം ആയിരുന്നു. കുറച്ച് പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് അങ്ങനെ എൻജോയ് ചെയ്തു. നമ്മൾ എവിടെ ഇരിക്കുന്നു, എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതല്ല കാര്യം. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് കാര്യം. ഭയങ്കര സംഭവം കേട്ടോ. കോട്ട് എഴുതി വെച്ചാൽ ഞാൻ പ്രത്യേകിച്ച് ഉണ്ടാക്കിയതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പാട്ടൊക്കെ കേട്ട് കുറച്ചേരൊക്കെ ഇരുന്നു. പിന്നെ ഗസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് പെണ്ണിനെ കാണാൻ ഇങ്ങനെ ഇടയ്ക്ക് ആരെങ്കിലൊക്കെ വരുമല്ലോ. അപ്പോൾ നമ്മൾ അവർക്ക് ചായയൊക്കെ കൊടുക്കും. അതുകൊണ്ട് ഞങ്ങൾ ചായത്തെ കടി മാറ്റിയില്ല. കടി ഇങ്ങനെ അവിടെ തന്നെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കും. ഫില്ല് ചെയ്ത് കഴിയുന്നതിനനുസരിച്ച് ഫില്ല് ചെയ്യുള്ളൂ. ചായ മാത്രം ഇങ്ങനെ മാറ്റി കൊണ്ടുവരും. അതാണ് എളുപ്പം. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവെക്കണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ചായയൊക്കെ കൊടുത്തു. പിന്നെ ഇന്ന് ഒരാളുടെ ബർത്ത്ഡേ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ആൾക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ കേക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. അത് ഓർഡർ എടുക്കാൻ വേണ്ടിട്ടാണ് ഈ പോകട്ടില്ല നമ്മള്. എനിക്ക് അതിൻ്റെ അറിയില്ല. അങ്ങനെ വേണ്ട ഫോട്ടോ എടുക്കും. ഞാൻ അതിന്റെ പുകവലി ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല ഞാൻ കേട്ടോ. പക്ഷേ ഇത് പുകവലിയല്ല, ഇത് വേറെന്തൊരു സംഭവമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇട്ട് എന്നെ വിഷമിപ്പിക്കരുത്. എനിക്ക് കുറച്ച് വേർപ്പിൻ്റെ സുഖമുള്ളതാണ് ഗൈസ്. എനിക്ക് വിഷമം താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ പൊട്ട കമൻറ്റ്സ് ഒന്നും ഇടരുത്. പിന്നെ ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ എനിക്ക് ചുള്ളിലൊരു കാർ കിട്ടിയപ്പോൾ എന്നാൽ പിന്നെ 2 റൗണ്ട് അടിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ കുറച്ച് ബാക്കിക്കൊക്കെ പോയി, കുറച്ച് ഫ്രണ്ടിലേക്കും പോയി, അങ്ങനെയൊക്കെ പഠിച്ചു. പിന്നെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യം എന്തായെന്ന് ചോദിക്കണ കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ സെപ്പറേറ്റ് വേറെ വീഡിയോ തരട്ടെ. ഒരു സംഭവ ബഹുലമായ കഥയാണ്. ആ കഥ ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോ ചിലപ്പോൾ 10 മിനിറ്റിൻ്റെ മുകളിൽ പോകാൻ സാധ്യതയുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ വണ്ടി ഓടിക്കുന്നത് നിങ്ങൾ നോക്കൂ. ബാക്കിലോട്ട് വരുന്നു, ഫ്രണ്ടിലോട്ട് പോകുന്നു. പിന്നെ ഞാൻ റോട്ടിക്ക് പോയിട്ടാണ് നല്ലക്കാനം കൊണ്ട് റോട്ടിക്ക് പോയി. അങ്ങനെ കുറേ കാലത്തിന് ശേഷം കുട്ടികളൊന്നുമില്ലാതെ സുഖസുന്ദരമായി ഞങ്ങൾ രണ്ടാളും മാത്രം ബൈക്കുമൊന്ന് യാത്ര ചെയ്തു ഗൈസ്. ഞങ്ങൾ കേക്ക് വാങ്ങിക്കാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫിദാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഫിദാന താത്താടെ മോളാട്ടം. അപ്പോൾ അവൾ അറിയാണ്ട് അവൾക്കൊരു കേക്ക് വാങ്ങി മുറിപ്പിക്കാം എന്നായിരുന്നു. അപ്പോൾ ഫിദമോൾ എന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി അപ്പുറത്തൊരു മോട്ട് കഴിഞ്ഞ് മുഫിദമോൾ എന്നാവുമല്ലോ. അപ്പോൾ സിമ്പിളായിട്ട് ലവ് വരച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ കുറച്ച് റെഡ് കളറും കൂടെ കുത്തി കയറ്റി അടിപൊളിയാക്കാലോ. അപ്പം ഇനി നമുക്ക് കേക്ക് മുറിക്കണമെന്ന് കണ്ടാലോ. Happy birthday to you. Happy birthday to you. Happy birthday to you. മുഫിദ മോളല്ല, ഫിദ മോളാണ്. ഇടുക്ക് കത്തി. Happy birthday to you. Happy birthday to you. Happy birthday dear Fidu. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഫസ്റ്റ് കഷ്ണം എനിക്ക് തരൂ. അങ്ങനെ ഗൈസ്, എല്ലാത്തിനും അവസാനം ഒരു മധുരം കൊടുത്ത് അവസാനിപ്പിക്കാന്ന് പറഞ്ഞ പോലെ ഞങ്ങളെ കല്യാണവുമായി ബന്ധപ്പെട്ട എല്ലാ വ്ളോഗുകളും അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറന്നു പോകരുത് ഗൈസ്. അതുപോലെ തന്നെ നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ച് ചോദിക്കുന്ന ആളുകളുണ്ട്. നമ്മളെ പ്രൊഡക്റ്റുകളൊന്നും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. പട്ട വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ഐറ്റംസ് വരാനുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് നാളെ കാണാം. ബൈ.